വിഷയമേ ഉള്ള കാര്യമല്ല. പോയി ഇങ്ങനെ പറ്റല്ലേ. ആദ്യമായിട്ടല്ലടാ ഇങ്ങനെ കാണുന്നത്. നീ കണ്ടിട്ടുണ്ടോ? നേരത്തെ കണ്ടിട്ടുണ്ടോ? എമ്മിക്കുട്ടി കണ്ടിട്ടുണ്ടോ നേരത്തെ മീനെ? ഇതുപോലെ ഇതുപോലെ ഇങ്ങോട്ട് നോക്ക്, ഇതുപോലെ കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? യെസ്, അങ്ങനെ ഞങ്ങൾ ബീച്ചിലേക്ക് വന്നിരിക്കുകയാണ്. ആലപ്പുഴ ബീച്ചിലേക്കാണ് ഞങ്ങൾ വന്നിരിക്കുന്നത്. കുറേ നാളുകളായിട്ടുള്ള പിള്ളേരുടെ ഒരു ആഗ്രഹമായിരുന്നു. അത് അങ്ങനെ സാധിച്ചു കൊടുക്കാമെന്ന് വിചാരിച്ചു. ബീച്ച് കണ്ടപ്പോൾ തന്നെ ക്രിസ്റ്റപ്പൻ അതിൻ്റെ അത് ചാടി കയറി. വെള്ളം കാണുമ്പോഴത്തേക്കും അറിയാമല്ലോ, പിള്ളേരുടെ ഒരു സന്തോഷം അറിയാമല്ലോ. അത് ഭയങ്കര രസമാണ്. അപ്പോൾ എന്തായാലും വന്നപ്പം പോലെ മോൾ എന്തായാലും ഇങ്ങനൊരു കാര്യം ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടിയിലാണ്. ഞാനും ഇങ്ങനെ അവനെ ഇങ്ങനെ കാർലോച്ചനെ ഇങ്ങനെ കയ്യിലെടുത്തിട്ട് ഇങ്ങനെ വെള്ളത്തിലൊക്കെ പതുക്കെ പതുക്കെ നിന്നൊക്കെ പരിപാടികൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഞങ്ങൾ ആലപ്പുഴ ബീച്ചിലാണ് വന്നത്. ആലപ്പുഴ ബീച്ചിനെ സംബന്ധിച്ചിടത്തോളം പറയുകയാണെങ്കിൽ ഒരുപാട് അടിപൊളിയായിട്ടുള്ള ഒരു ബീച്ചാണ്. നമുക്ക് വണ്ടിയൊക്കെ പാർക്ക് ചെയ്യാനായിട്ടും ഒരുപാട് സ്ഥലവും സൗകര്യമുള്ള ഒരു ബീച്ചാണ്. ഇവർ വന്നപ്പോൾ തന്നെ കളി തുടങ്ങിയിട്ടുണ്ട്. എന്തായാലും ക്രിസ്റ്റപ്പനും ഇവരുടെ കളി കാണാനായിട്ടും ഭയങ്കര രസമാണ്. വലിയൊരു തിര വന്നപ്പോഴത്തേക്കിന് മോള് അതിൻ്റെ അകത്തോട്ട് ഇങ്ങനെ ആയിപ്പോയി. കാരണം ഒക്കെ വലിയ വെയിറ്റ് ഇല്ലാത്തതുകൊണ്ട്, വെയിറ്റ് ലോസ് ആയതുകൊണ്ട് ഇങ്ങനൊരു പ്രശ്നം പറ്റി. കാർലോച്ചൻ പിന്നെ എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു, മോൻ എൻ്റെ കയ്യിൽ തന്നെയായിരുന്നു ഇപ്പോഴും ഇരിക്കുന്നത്. കടലമ്മ കള്ളി എന്നൊക്കെ എഴുതിയിട്ട് മായ്ച്ച് കളയാനായിട്ട് അപ്പം തന്നെ കടൽ വന്ന് നമുക്ക് മായ്ച്ച് കളയുകയും ചെയ്തു. അങ്ങനെ നല്ല രീതിയിൽ ഇങ്ങനെ നിൽക്കുന്ന സമയത്താണ് എവിടെയാണ് മീൻ കിട്ടുക എന്നൊരു രീതിയിൽ ഞങ്ങൾ ചുമ്മാ ഇങ്ങനെ പരതി നോക്കി. അപ്പോൾ അതേ മീൻ പോകുന്ന വള്ളങ്ങളൊക്കെ അവിടെ ഉണ്ടായിരുന്നു. ആ വള്ളങ്ങൾ നോക്കുന്ന സമയത്ത് അവിടെ കക്ക പെറുക്കിക്കൊണ്ട് ക്രിസ്റ്റപ്പനെ നിൽക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ എന്തായാലും വള്ളങ്ങൾ എങ്ങനെയാണ് ഇറങ്ങുന്നതൊക്കെ നമുക്ക് കാണാം. അപ്പം ഞങ്ങളുടെ മുമ്പിൽ ലൈവായിട്ട് മീൻ പിടിക്കാനായിട്ട് പോകാനുള്ള ഒരു പരിപാടികൾ അത് അവർ ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് നമുക്ക് കാണാം. ഇറക്കാൻ പോകണേട്ടാ. ഇതെങ്ങനെ നിങ്ങൾ ഈ പകുതിയുള്ള ഇതിലിരിക്കുന്നത്, ഈ വള്ളത്തെ പകുതി ഇരിക്കുന്നത് ആണോ? ഇന്നുവരെ ലൈവായിട്ട് മീൻ പിടിക്കുന്നത് കടലിൽ പോയി ലൈവായിട്ട് മീൻ പിടിക്കുന്നത് കണ്ടിട്ടില്ല എങ്കിൽ അത് നമ്മുടെ ചെറിയ മീൻ, അവർക്ക് അതൊന്നും ഒരു വിഷയമേ ഉള്ള കാര്യമല്ല. പോയി സൂപ്പർ, എങ്ങനെ പറ്റല്ലേ? അല്ലെ കണ്ടിട്ടുള്ളവരൊന്ന് കമന്റ് ചെയ്യുക, കണ്ടിട്ടില്ലാത്തവർ ദേ കണ്ടോളും കേട്ടോ. മത്തിയുണ്ടോ? ഇനിയിപ്പോ ഇത് എന്തെന്ന് വേണ്ട ദൂരം പോകും ചേട്ടാ? കൊറേ എന്ന് പറഞ്ഞാൽ പകുതി വരെ ഒരു പാലത്തിന്റെ ഇത് കഴിഞ്ഞിട്ട് പടിഞ്ഞാറ് പോകും അല്ലേ? മോനാണോ അത്? അല്ലല്ല, കൂട്ടുകാരനാ? അയൽവാസിയാ? അതാ ഞാൻ ചോദിച്ചാ, അതുകൊണ്ട് ചോദിച്ചാ. അല്ല ഇതേലേ ഭയങ്കര ഒരു, ഞാൻ ആദ്യമായിട്ട് കാണുന്നത് ഇങ്ങനെ ഈ പകുതി വെച്ചിട്ടേ. അതെന്താ ഇങ്ങനെ പകുതി വെച്ച് ഇത് പോകുന്നത്? അത് അധികം വെയിറ്റ് കൂടാതിരിക്കാനായിട്ടാണോ ആ വള്ളത്തിന്റെ പകുതി? ആണല്ലേ? ആണല്ലേ? തെർമോക്കോളാണല്ലേ? 10,000 രൂപ റെഡിയാക്കി എടുക്കുന്നതിന്. അവരങ്ങ് പോയി. ഞങ്ങള് ചങ്ങനാശ്ശേരി. ഇതങ്ങ് പോയി. അതെ അതെ, മത്തി ഉണ്ടെന്ന് അറിഞ്ഞപ്പോഴത്തേക്കിന് പോയതാണ്. അങ്ങ് പോയി ആ ചേട്ടൻ കേട്ടോ. വന്നോ? മത്തിയാണ് വന്നേ? മത്തിയായിരുന്നല്ലേ? ഇത് എവിടെ കൊണ്ടിട്ട് വിൽക്കുന്നേ? നമുക്ക് മേടിക്കണം ആണല്ലേ? ഇപ്പോഴൊക്കെ അച്ഛാ പോകുന്നത്? സമയം എപ്പോഴൊക്കെയാണ്? അല്ല വെളുപ്പിനെ അല്ലേ? വെളുപ്പിനെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പോകുമ്പോ ചിലപ്പോ ചെമ്മീന്റെ വില കൊണ്ടായിരിക്കും, ചിലപ്പോ ചാള വില തന്നെ കൊണ്ടുപോകും, ചാള പറ്റിയ വില കൊണ്ടുപോകും. ഓക്കെ. വെളുപ്പിനെന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 3 മണി, 5 മണി. 5 മണി, ഓക്കെ. 4 മണി, 4:30 മണി, 5 മണി. ഇപ്പൊ പോയിട്ട് ഇപ്പൊ എപ്പോഴായിരിക്കും വരുന്നത്? 1 മണിക്കൂർ നിർത്തും വല. 1 മണിക്കൂർ അല്ലേ? മീൻ പിന്നെ മത്തിയൊക്കെ വല വന്ന് കൊള്ളുകയാണെങ്കിലേ 15 മിനിറ്റ് പോലും നിർത്തണ്ട. വേണ്ട, ചേട്ടൻ അങ്ങ് പോയി.
പോകും, ഇനിയും പോകും. ഇനിയും പോകല്ലേ? അതിന്റെ പടിയാറേശ്വരം ഒരെണ്ണം കിടക്കുന്നുണ്ട്. ആ കണ്ട് കണ്ട് കണ്ട്. വർഷങ്ങൾക്ക് മുമ്പ് ചെല്ലുമ്പോ കാണാനൊന്നും പറ്റത്തില്ല. നമ്മള് കുറച്ച് വല ഇളക്കി നോക്കും. ആണല്ലേ? കുറച്ച് വല ഇളക്കി കഴിയുമ്പോ മത്തി കൊണ്ട് വല അടിയിലോട്ട് ചെന്ന് കഴിഞ്ഞാൽ അതിനെ മത്തി കൊണ്ട് എടുത്ത് പായും. അയ്യോ അല്ലേ? ആ പിന്നെ നമ്മൾ നീട്ടി വിട്ടേക്കും. കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞാൻ ഈ ചങ്ങാടം പോലത്തെ കണ്ടപ്പോഴത്തേക്ക് എനിക്ക് തടിയുടെ ആയിരുന്നു. ഇങ്ങനെ തടിയുടെ ഉന്തിയിട്ട് ഇതുപോലെ തന്നെ ആൾക്കാർ കയറി പോകുമായിരുന്നു. തടിയുടെ ഇപ്പൊ അതൊക്കെ പോയിട്ട് മുള്ളുമുരിക്കയില്ലേ, മുള്ളുമുരി ഉണങ്ങി 2 വെച്ച് കെട്ടിയിട്ട് അതിന്റെ പുറത്ത് ഇങ്ങനെ എന്തെങ്കിലും ഭാര്യ എല്ലാം വെച്ച് വലിഞ്ഞ് സെറ്റാക്കി പോകും. അണ്ണന്റെ പേരെന്നായിരുന്നു? എന്റെ പേര് അശോകൻ. അശോകൻ അല്ലേ? അണ്ണന്റെ പൊങ്ങും വിലയൊക്കെ ഉണ്ട്. അവിടെ ഇരിക്കുകയാണ്. അവിടെ ഇരിക്കും. അവിടെ ഇരിപ്പുണ്ട്. ഞങ്ങളിപ്പോ ഓണം കാരണം 2-3 ദിവസം ഇറക്കിയില്ല. ആണോ? ഓണമൊക്കെ അല്ലായിരുന്നു. ഓണമൊക്കെ ആഘോഷിച്ചോ? അടിപൊളിയായിരുന്നു. ഒരുമാതിരി വലിയ പണിയൊന്നും നടന്നില്ല ഇവിടെ. ഇല്ലല്ലേ? മറ്റേ സർക്കാരിന്റെ പരിപാടികളെല്ലാം ഉണ്ടായതാണ് മൊത്തത്തിൽ. നമ്മള് ജോൺസിൽ പോകുന്നുണ്ട്. ഒരു കാര്യം കൂടി, ഈ കടലിൽ പോയിട്ടേ പേടിച്ചിട്ടുണ്ടോ? കടലിൽ പോയി നല്ല ഭയങ്കര തിരമാലയൊക്കെ വന്ന് പെട്ടുപോകും തോന്നിയിട്ടുണ്ടായിരുന്നു? കഴിഞ്ഞ ദിവസം പാലത്തിന്റെ അടുത്ത് വെച്ച് വന്ന് പെട്ടുപോകുമെന്നാ വിചാരിച്ചത്. ആണോ? കഴിഞ്ഞ ദിവസം കടൽ വീഴത്തില്ലെന്ന് പറഞ്ഞു വന്നു. അന്നേരം ഇച്ചിരി പേടിച്ചു. മത്തിയുടെ ചാകര ഉണ്ടെന്നാണ് അവസാനം കിട്ടാതെ മത്തി പിടിച്ചോണ്ട് വരുന്നു പറഞ്ഞതിന് ശേഷമാണ് പോയിരിക്കുന്നത്. എന്തായാലും പോയിട്ട് വരുമ്പോഴത്തേക്കും നമുക്കറിയാൻ പറ്റും ഇത് കടല് നമ്മൾ പേടിച്ചിട്ട് മീൻസ് ഭയങ്കര തിരയൊക്കെ വന്നിട്ട് അങ്ങനെ ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടോന്ന് ചോദിച്ചു. അതാണ് പറഞ്ഞത്. ഒരു ഈ കഴിഞ്ഞ ദിവസം എങ്ങനെയായിരുന്നത്? അത് കടൽ ഒടിയുന്ന രീതിയിൽ വന്ന് നമ്മൾ വെള്ളത്തിൽ കിടക്കുമ്പോ തന്നെ അന്നേരം ഇച്ചിരി പേടിച്ചു പോയി. ഭയങ്കര ഹൈറ്റിൽ കയറി. അത് നമ്മള് ചിലപ്പോ കേടായി പോകും. ആണല്ലേ? എത്ര നീന്താൻ അറിയാമെങ്കിലും അല്ലേ? പിന്നെ എത്ര നീന്താൻ അറിയുന്നവനാണെങ്കിലും അടി തെറ്റി ആനയും വീഴുമെന്ന് പറഞ്ഞു. ആ കൊല്ലം സൈഡിലെല്ലാം എന്തുമാത്രം ആളുകളാണ് ഈയിടെയൊക്കെ മരിച്ചത്. കടലിൽ പോകുന്നത് കൊണ്ടാണ് അങ്ങനെ. നിങ്ങൾക്ക് ഇതിന് ഇൻഷുറൻസ് കാര്യങ്ങൾ എന്തെങ്കിലും ഒക്കെ ഉണ്ടോ? മറ്റേ നമ്മുടെ ഈ കടലിൽ പോകുന്നതിന് കടലിൽ സർക്കാരിന്റെ വകയായിട്ടുള്ള ഇൻഷുറൻസ് കാര്യം ഉണ്ടല്ലേ? അത് എല്ലാവരും ഇറക്കത്തില്ല. അത് ഇറക്കുന്നവരിറക്കും പൈസ ഉണ്ട്. ഇൻഷുറൻസ് അല്ല നമ്മൾ എടുക്കുന്നത് അത് ഫ്രീ ആയിട്ടുള്ളതാണോ എങ്ങനെയാന്ന് ചോദിച്ചത്. കടലിൽ പോയി നമുക്ക് അവിടെ അംഗത്വം ഉള്ളവരാണെങ്കിൽ നമുക്ക് 10 ലക്ഷം രൂപ കൊടുക്കുന്നുണ്ട്. അംഗത്വം ഉള്ളവരാണ്. പെൻഷൻകാർക്ക് അംഗത്വം എടുക്കുന്നതിന് എത്ര രൂപയാവും? അതിന് നമ്മൾ വർഷത്തിൽ പിന്നെ 100 രൂപ വെച്ച് അടക്കണം. അത്രയായിരുന്നു. പിന്നെ ഇൻഷുർ എടുക്കാം. ജീവൻ മരണ പോരാട്ടമാണ്. കടല് ഇങ്ങനെയൊക്കെ കിടന്ന വലിയ കുഴപ്പമില്ല. പോയിട്ടൊക്കെ നല്ല പോലെ വരാം. കടല് കൂടുതലാണെങ്കിൽ മെനക്കേട് തന്നെ. അങ്ങനെ സർക്കാരും പറയുന്നുണ്ട് കേട്ടോ, പോകരുത് എന്നൊക്കെ. ഇത്ര ദിവസത്തേക്ക് പോകരുത് എന്നൊക്കെ പറയും. ആ സമയത്ത് പോയി കഴിഞ്ഞാൽ പണിയാവും. ചാനലുകാരെല്ലാം പറയത്തില്ല എന്നൊക്കെ പറയും. ക്രിസ്റ്റഫർ ഉണ്ടായിക്കൊണ്ടിരുന്ന സാധനമാണ്. ആ സമയം കൊണ്ട് ക്രിസ്റ്റഫൻ അവിടെ ഒരു വലിയൊരു കോട്ട ഉണ്ടാക്കാനുള്ള പരിപാടിയാണ്. പക്ഷെ അവൻ്റെ ആ ഉണ്ടാക്കാനായിട്ടുള്ള പരിപാടി കടൽ വന്ന് തിരമാല വന്നത് നശിപ്പിച്ച് കളഞ്ഞു. പക്ഷെ അവൻ വിട്ടുകൊടുത്തില്ല. എന്നെയും കൂടെ വിളിച്ചു, ചാച്ചാ എനിക്കത് ഉണ്ടാക്കി തരാൻ സഹായിക്കാമെന്ന് ചോദിച്ചു. അപ്പം ഞങ്ങൾ രണ്ടുപേരും കൂടി ഇരുന്നിട്ട് ചുമ്മാ എന്തൊക്കെയോ ഉണ്ടാക്കാനായിട്ടുള്ളൊരു പരിപാടി നോക്കി. എമ്മുക്കുട്ടി എപ്പോഴും വിട്ടുകൊടുക്കുന്നില്ല. എമ്മുക്കുട്ടി അവിടെ ഇരുന്ന് മണ്ണിനകത്ത് നല്ല ശരിക്കളിയാണ്. വല്ലപ്പോഴൊക്കെയല്ലേ ഇങ്ങനൊരു അവസരം കിട്ടത്തുള്ളൂ. ആ അവസരം അവൾ മാക്സിമം മുതലാക്കുകയാണ്. ചാകരയൊക്കെ ആയതുകൊണ്ടാന്ന് തോന്നുന്നു അവിടെ ഇവിടെയൊക്കെ കാക്കകൾ ഇങ്ങനെ വന്ന് കൂടിക്കൂടി നിൽപ്പുണ്ട്. എന്തായാലും അവളും ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെ കൂട്ടത്തിൽ ഞാനും എമ്മിക്കുട്ടിയും കൂടെ നേരെ ക്രിസ്റ്റപ്പൻ്റെ അരികിലൂടെ പോയി ജോയിൻ ചെയ്തു. അപ്പം ഇനി എന്താണ് സംഭവിക്കാൻ പോകുന്നത് നോക്കാം. നല്ല രസമാണ് കേട്ടോ, ഇങ്ങനെ മണ്ണെടുത്തിട്ട് മണ്ണിങ്ങനെ ചുമ്മാ വാരി ഇതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ വെക്കാനായിട്ടും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ടൊക്കെ ഭയങ്കര രസമാണ്. അവനും അത് തന്നെ, പിള്ളേർക്കും അത് തന്നെയാണ്. പിള്ളേർക്കും ഇങ്ങനെ കളിക്കാനായിട്ട് ഭയങ്കര ഒരു അടിപൊളി പരിപാടിയാണ്. അങ്ങനെ ഞങ്ങളുടെ കോട്ട ഏകദേശം പൂർത്തിയായിരിക്കുകയാണ് ഗൈസ്. അതിനൊരു വലിയ മതിലൊക്കെ വെച്ച് ഇങ്ങനെ ഒരു ചന്ദ്രനിൽ നിന്ന് ഇറങ്ങി വന്നൊരു പ്രതീതിയുണ്ട്. മൊത്തത്തിൽ ഇങ്ങനെ കുഴികളും ഒക്കെ ആയിട്ട് ചുമ്മാ ഒരു പരിപാടി ഞങ്ങളിങ്ങനെ പിടിച്ച്. അങ്ങനെ മീൻ എത്തിയിരിക്കുകയാണ്. നമ്മുടെ ബോട്ട് വന്നിരിക്കുകയാണ്, വള്ളം വന്നിരിക്കുകയാണ്. ഇനി എന്താണ് ഇതിൻ്റെ അകത്ത് മീൻ എന്താണെന്നുള്ള കാര്യമാണ് ഇനിയിപ്പം നമ്മൾ നോക്കാൻ പോകുന്നത്. മത്തിയാണെന്ന് പറഞ്ഞിട്ടുണ്ട്, മത്തിയുടെ ചാകരയുണ്ടെന്ന് പറഞ്ഞിട്ടാണ് പോയതേക്കുന്നത്.
അപ്പോൾ ഇനിയിപ്പോൾ ഇതിൻ്റെ അകത്ത് എന്താണ് വന്നേക്കുന്നത് നോക്കാം. അതേ മീനുണ്ട്, മീൻ അത്യാവശ്യം നല്ല രീതിയിലുള്ള മീനുണ്ട്. അവരിത് വലിച്ച് മുകളിലേക്ക് കയറ്റുകയാണ്. ഐ തിങ്ക് അയലയാണെന്ന് തോന്നുന്നു. അയലയാണ് കൂടുതലും മോസ്റ്റ്ലി അയലയാണ്. അയല മാത്രമല്ല വേറെ കുറേ സംഭവങ്ങളൊക്കെ ഉണ്ടെന്നൊക്കെ ചേട്ടൻ പറഞ്ഞിട്ടുണ്ട്. അതിനകത്തുനിന്ന് ചേട്ടൻ അതിനകത്തുനിന്ന് ഒരെണ്ണത്തെ എടുത്ത് കാണിക്കാമെന്ന് എന്നോട് പറഞ്ഞു. നേരെ തന്നെ എടുത്ത് കാണിക്കുകയാണ്. പച്ച മീനാണ്, പച്ച മീനാണ്. ജീവൻ പോലും പോകാത്ത മീനുകൾ അതിൻ്റെ അകത്തുണ്ടായിരുന്നു. ഇത് പച്ച മീൻ അയലയാണ്. അയല എടുത്ത് കാണിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല കിടിലം പച്ച മീൻ. മീനെ കണ്ടോ മോനെ? മീനെ കണ്ടോ? ഇനി അത് ഒരു പെറുക്കി ഇടുകയാണ്. ശരിക്കും പറഞ്ഞാൽ ഇതൊരു സർപ്രൈസ് എലമെൻ്റ് ആയിരുന്നു. നമ്മൾ തീരെ പ്രതീക്ഷയില്ല. പോയിട്ട് ചേട്ടൻ ഇത്രയും പെട്ടെന്ന് പിടിച്ചുകൊണ്ട് വരുമെന്ന് തീരെ പ്രതീക്ഷയില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫാസ്റ്റ് ആയിരുന്നു. 1 മണിക്കൂർ ഒക്കെ പറഞ്ഞുവെങ്കിൽ 1 മണിക്കൂറൊന്നും എടുത്തില്ല. ഏകദേശം ഒരു 15-20 മിനിറ്റ് കൊണ്ട് പോയി വലയിട്ട് അത്യാവശ്യം മീനെയും കൊണ്ട് വന്നു. പോയി വലയിട്ട് അത്യാവശ്യം മീനെയും കൊണ്ട് ഇഞ്ഞു വന്നു. നല്ല പച്ച മീൻ, പെട്ടയ്ക്കുന്ന മീനെന്നൊക്കെ നമ്മൾ പറയത്തില്ലേ, പെടയ്ക്കുന്ന മീൻ. ഇതല്ല കേട്ടോ, വേറെ എന്തോ മീനാണ്. അത് നെയ്മീൻ്റെ കുറച്ച് സംഭവങ്ങളുണ്ടായിരുന്നു. അതുപോലെ തന്നെ നെയ്മീൻ്റെയും വറ്റയുടെയൊക്കെ കുറച്ച് കുഞ്ഞുങ്ങളെയൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നു. ഇവിടുന്ന് തന്നെയാണോ? ഇവിടെ അടുത്ത് തന്നെയാണോ? ഇപ്പൊ ഇത് സ്ഥിരം പരിപാടി ആയിരിക്കുമല്ലോ അല്ലേ? മീൻ മതിയോ? ഇപ്പൊ ഇവിടുത്തെ എടുത്തു തരാം. ഗീവ് ഇപ്പൊ കൊടുക്കുന്ന കുറ്റകരമായിട്ടാ, അറിഞ്ഞില്ലേ? എന്താ പേര് നിന്റെ? കാശി. എത്ര എത്ര ക്ലാസ്സിലാ? വള്ളത്തെ പോകണോ? തകർത്ത്. എടാ അത് അവര് പോകുന്ന മുതൽ ഞാൻ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ക്രിസ്റ്റപ്പൻ്റെ കുറച്ച് നാളായിട്ടുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു വലിയവരുടെ കൂട്ടത്തിൽ ഫുട്ബോൾ കളിക്കണമെന്ന്. അങ്ങനെ അവരും ഫുട്ബോൾ കളിക്കാനായിട്ട് അവരോട് ഒന്ന് പോയി. അപ്പോൾ എന്തായാലും ആ സമയം കൊണ്ട് ചേട്ടൻ ഇവിടെ മാക്സിമം ഇത് ഭയങ്കര ഒരു രസമുള്ള ഒരു കാഴ്ച തന്നെയാണ്. അങ്ങനെ ക്രിസ്റ്റപ്പൻ്റെ വലിയൊരു ആഗ്രഹം ഫുട്ബോൾ ടീമിൻ്റെ കൂടെ ഫുട്ബോൾ കളിക്കണമെന്ന്. അങ്ങനെ കുറച്ച് മീൻ ഞങ്ങൾ മേടിച്ചു. നമ്മൾ ഒരു 3 കിലോയാണ് മേടിച്ചതൊക്കെ. പക്ഷേ 3 കിലോയ്ക്ക് കൂടുതൽ ചേട്ടൻ ഇട്ട് തരികയൊക്കെ ചെയ്തു. ഒരു 1/2 കിലോയോളം കുറച്ച് കൂടുതലുണ്ടായിരുന്നു. അത്രയും പിന്നെ വലിയ പൈസ ആയിട്ടില്ല, ചെറിയ പൈസയല്ല. എനിക്ക് തോന്നുന്നത് അയലയ്ക്കും മത്തിക്കും ഒക്കെ നല്ല വില കൂടി നിൽക്കുന്ന സമയത്തായിരുന്നു ഞങ്ങൾ പോയി ഇത് മേടിച്ചത്. കുറച്ച് നാളുകളായിട്ടുള്ളൂ. നമ്മളൊരു 3 കിലോ മീൻ മേടിച്ചു. എന്തായാലും അത്യാവശ്യം നല്ല രീതിയിൽ ഞങ്ങൾക്ക് മീൻ തന്നു. വലിയ പൈസയൊന്നും എടുത്തിട്ടൊന്നുമില്ല. അപ്പം നമ്മൾ അവിടെ പോയി മേടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെറിയ പൈസയ്ക്ക് മീൻ മേടിക്കുകയും ചെയ്യാം. 2 നമുക്ക് നല്ല ഫ്രഷ് മീനും കിട്ടും. അങ്ങനെ മീനൊക്കെ മേടിച്ച് കവറൊക്കെ പിടിച്ച് ഞങ്ങൾ നേരെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഇവിടെ ഐസ്ക്രീം ഉണ്ടായിരുന്നു. കാർലപ്പനും എല്ലാവർക്കും ഐസ്ക്രീം മേടിച്ച് കൊടുത്തു, പിള്ളേർക്ക് എല്ലാവർക്കും. എന്തായാലും വ്ളോഗിൻ്റെ ഈ വീഡിയോ ഞങ്ങൾ ഇവിടെ വെച്ച് വൈൻഡപ്പ് ആക്കുകയാണ്. അപ്പോൾ ഇത് ഇഷ്ടപ്പെട്ടു എങ്കിൽ തീർച്ചയായും നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ഒന്ന് പരിഗണിക്കുക. ഇതുപോലത്തെ നല്ല കണ്ടൻറ്റുമായിട്ട് ഞങ്ങൾ വീണ്ടും എത്തുന്നതായിരിക്കും. ബൈ.